ആന്ധ്ര മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ സഹോദരി വൈ.എസ്. ശർമിള കോൺഗ്രസിൽ ചേർന്നു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് സ്വീകരിച്ചു. Happy to be joining the Congress party today, to be merging YSR Telangana party into the Congress party today. It was my father's dream to make Rahul Gandhi the Prime Minister, and I will work towards it. ബസന്ത് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബസന്ത്, കോൺഗ്രസിന് അടിവേറുള്ള സംസ്ഥാനമാണ്. അവിടേക്ക് എന്തായാലും വൈ.എസ്. ശർമിളയെ തന്നെ അവതരിപ്പിക്കുന്നു. നേരത്തെയും ഈ ഓഫർ ഉണ്ടായിരുന്നുവെങ്കിലും ഈ തെലങ്കാനയിലൊക്കെ വിജയത്തിന് പിന്നാലെ എടുക്കുന്ന ഒരു ഉറച്ച തീരുമാനമാണോ? എന്ത് പദവിയായിരിക്കും? സംസ്ഥാന അധ്യക്ഷ പദവിയൊക്കെ നൽകാനാണോ സാധ്യത? ഒപ്പം സഹോദരനെതിരെ കൂടി മുഖാമുഖം രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ ബസന്ത? പ്രതീക്ഷ, അല്പസമയം മുമ്പാണ് വൈ.എസ്. ശർമിള AICC ആസ്ഥാനത്തെത്തി അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. ആന്ധ്ര രാഷ്ട്രീയത്തിൽ ശർമിളയെ രംഗത്തിറക്കിയാൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറായത്. ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയുള്ള സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതേസമയം തെലങ്കാനയിൽ ശർമിള മത്സരിക്കാൻ തയ്യാറായെങ്കിലും അതിൽ നിന്നും കോൺഗ്രസ് പിന്തിരിപ്പിച്ചിരുന്നു. അതിന്റെ ഗുണം കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു. അവിടെ തെലങ്കാനയിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ശർമിള ഇപ്പോൾ ഔദ്യോഗികമായി കോൺഗ്രസിൽ എടുത്തിരിക്കുന്നത്. കർണാടകയിൽ നിന്നും രാജ്യസഭയിലേക്ക് ശർമിളയെ കൊണ്ടുവരുമെന്നുള്ളൊരു സൂചനയുണ്ട്. ശർമിള തന്നെ കഴിഞ്ഞ ദിവസം നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ ഇത്തരത്തിൽ ചില സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശർമിളയെ അവിടെ കോൺഗ്രസിന്റെ മുഖമായി മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും തെലുങ്കുദേശം പാർട്ടിയും പവൻ കല്യാണിന്റെ പാർട്ടിയും നൽകിയത് വൈ.എസ്. ശർമിള കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു.